പെൻസിലിട്ട് എഴുത് പെന്നിട്ടല്ല എഴുതേണ്ട. നേരെ ഇരിക്കും. റിപ്പബ്ലിക് ഡേ 26 ജാനുവരി. അമ്മ ബുക്കിൽ റഫ് നോട്ടിൽ പേജ് ഇല്ല, എല്ലാം പേജും തീർന്നു. നോക്കട്ടെ. ഓ പേജസ് എല്ലാം കഴിഞ്ഞു അല്ലേ. നമ്മൾക്ക് ഇനി പുതിയ ബുക്ക് മേടിച്ചാലല്ലേ. റഫ് ബുക്ക് എല്ലാം കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യും? ആ ഒരു ഐഡിയ ഉണ്ട്. ഞാനൊരു സാധനം തരാം, പക്ഷെ നീ അത് സൂക്ഷിച്ചു യൂസ് ചെയ്യണം. ഇതാണ് നിനക്കുള്ള സാധനം. ഇനി ഇതിലാണ് നീ പഠിക്കേണ്ടത്. ഇത് റെഡ്മിയുടെ റൈറ്റിംഗ് പാഡാണ്. ഇത് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. 350 റുപ്പീസിനാണ് മേടിച്ചത്. ഓഫർ ഉണ്ടായിരുന്നു. ഇത് വെച്ചിട്ടാണ് ഇനി മുതൽ വിഷൻ പഠിക്കാൻ പോകുന്നത്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചേ. വിശ്വജിത്ത് എന്നെഴുതും. എങ്ങനെയുണ്ട് വിശ്വ? സൂപ്പർ. ദച്ചുനും കൂടി ഒന്ന് എഴുതാൻ കൊടുക്കും. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഗുഡ് ഗേൾ. നമ്മൾ മേടിച്ചതാണ്. ഇത് ഫസ്റ്റ് വന്നിട്ട് വിഷുവിന് മേടിച്ചു കൊടുത്താണ്. ഇത് നമ്മൾ 100 രൂപയ്ക്ക് എന്തോ മേടിച്ചത്. പക്ഷെ ഇത് ഭയങ്കര പെട്ടെന്ന് തന്നെ ചീത്തായി. അതേപോലെ ബാറ്ററി ചാർജ് ഇല്ല, വലുതായിട്ട് നിൽക്കത്തില്ല. പക്ഷെ ഇത് വന്നിട്ട് റെഡ്മിയുടെ റൈറ്റിംഗ് പാഡ് ഭയങ്കര സൂപ്പറാണ് കേട്ടോ. ഭയങ്കര സ്മൂത്തും ആണ്. അതേപോലെ തന്നെ നല്ലതായിട്ട് എഴുതാനായിട്ട് പറ്റും. ഇത് ഇച്ചിരി ഹാർഡാണ് കേട്ടോ. ഇത് നമ്മൾ ആമസോണിൽ ഓഫർ വന്ന സമയത്താണ് മേടിച്ചത്. നല്ല സാധനമാണ് കേട്ടോ. പിള്ളേർക്ക് ഭയങ്കര നല്ല ഉപയോഗമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബുക്ക് എഴുതി കഴിയണേനേക്കാളും നല്ലത് ഇത് ഒരെണ്ണം മേടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര എഫക്റ്റീവായിട്ട് വരും. കറക്റ്റായിട്ട് ഇത് മനസ്സിലാവണമെങ്കിൽ ഇത് കണ്ടോ ഇങ്ങനെ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തൊട്ടാൽ മാത്രം മതി. ഭയങ്കര സ്മൂത്തായത് കേട്ടോ. വാങ്ങിക്കുകയാണെങ്കിൽ എന്തായാലും അത് 100 രൂപയ്ക്ക് മേടിക്കുമ്പോൾ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. പക്ഷെ ഇതെനിക്ക് തോന്നുന്നത് ഇത് നല്ല സാധനമാണ് കേട്ടോ. വാങ്ങിക്കണമെങ്കിൽ ഒരു 250 രൂപയും കൂടെ കൂടുതലാവുന്നേ ഉള്ളൂ. പക്ഷെ അടിപൊളിയാണ് കേട്ടോ. അത് വർക്കാവത്തില്ല. അത് എൻ്റെ സ്വിച്ച് എല്ലാം കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്.